ഇന്ന് നമുക്ക് ചായക്കട സ്പെഷ്യൽ പൊരിച്ച പത്തിരി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചിലർ ഇതിനെ എണ്ണപ്പത്തിരി എന്ന് പറയും. ഈ ഒരു പൊരിച്ച പത്തിരി നമ്മുടെ വീട്ടിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരല്ലി വെളുത്തുള്ളി, 2 ചെറിയ പച്ചമുളക് എന്നിവ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വെച്ചൊന്ന് ചതച്ചെടുത്താൽ മതി. ഞാനിവിടെ ചെറിയ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വലിയ പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് മതി. അപ്പോൾ ഇത് മൂന്നും കൂടി ഒന്ന് അടിച്ചെടുത്തപ്പോൾ 1 ടേബിൾ സ്പൂൺ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് തേങ്ങയും ഒന്ന് കറക്കിയെടുക്കാം. ഈ ഒരു ജാറിലിട്ടിട്ടൊന്ന് കറക്കിയെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു 1/2 കപ്പ് തേങ്ങയും അതുപോലെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ടിട്ട് നമുക്കിതിനെ ഒന്ന് ഒതുക്കിയെടുക്കണം. ചില ആൾക്കാർ ഇതിലേക്ക് നല്ല ജീരകമാണ് ചേർക്കുക. പക്ഷേ നമ്മൾ ഈ ഒരു പത്തിരി നമ്മൾ നെയ്പത്തിരി പോലത്തെ ഒരു പത്തിരിയാണ്. അപ്പോൾ നമ്മൾ നെയ്പത്തിരിയെല്ലാം ശരിക്കും പെരിഞ്ജീരകമാണ് ഇടാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് പെരിഞ്ജീരകമാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ചേർത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ചിട്ട് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതായത് ഇതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ചേർക്കേണ്ടത് ഉള്ളിയാണ്. ഞാനിവിടെ 1/4 കപ്പ് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളടുത്ത് ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ സവാള ചെറിയ കഷ്ണം അരിഞ്ഞെടുത്താൽ മതി. അരിഞ്ഞെടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഈ ഒരു ഉള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉള്ളിൻ്റെ കളറൊന്നും മാറി വരേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ എത്രയാണോ പത്തിരിപ്പൊടി എടുക്കുന്നത് അതേ അളവിൽ വേണം വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 1 കപ്പ് പത്തിരിപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു വെള്ളം ഒന്ന് തിളച്ച് വരണം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കാം. പത്തിരിപ്പൊടി ഇടുന്ന സമയത്ത് കുറച്ചായിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. ഒന്നിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു പൊടി കട്ട കിട്ടും. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നാൽ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുഴുവൻ പൊടിയും ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം. ഒരുപാട് സമയം അടച്ച് വെക്കണ്ട, കാരണം ഈ ഒരു മാവ് നമുക്ക് ചൂടോട് കൂടി വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ചൂടിൽ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ചൂടൊന്ന് കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനെ നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം. അതുപോലെ കുറേ മാവ് കുഴച്ചെടുക്കുകയാണെങ്കിൽ ഇത് കൗണ്ടർ ടോപ്പിലിട്ട് കുഴക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ 1 കപ്പ് പൊടിയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ബൗളിൽ വെച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. കൗണ്ടർ ടോപ്പിൽ വെച്ച് കുഴക്കുമ്പോൾ നല്ലവണ്ണം കുഴച്ചെടുക്കാൻ പറ്റും. കാരണം നമ്മൾ ഈ ഒരു മാവ് നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ചൂടോടുകൂടി ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അടുത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് ആ വെള്ളത്തിൽ കൈ മുക്കിയിട്ട് കുഴച്ചാൽ മതി. അപ്പോൾ അങ്ങനെ അങ്ങ് ചൂടറിയൂല. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് കരിഞ്ജീരകമാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ കരിഞ്ജീരകമാണ് ചേർക്കുന്നത്. അത് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഇപ്പോൾ ഈ ഒരു കരിഞ്ജീരകവും തേങ്ങയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കണം.
ഇനി നമുക്ക് ഇതിൽ നിന്ന് പകുതി എടുത്തിട്ട് ആദ്യം പരത്തിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിച്ച് പരത്തിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഇനി ചപ്പാത്തി പലകയിൽ എണ്ണ തടവിയിട്ട് ഒരു 1/2 ഇഞ്ച് കനത്തിൽ ഇതിനെ പരത്തിയെടുക്കണം. അപ്പം നന്നായിട്ട് ഞാനിവിടെ എണ്ണ തടവിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സോ അടുപ്പോ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു 1/2 ഇഞ്ച് കനത്തിൽ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ മുഴുവൻ മാവ് നമുക്ക് പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു 12 പത്തിരി നമുക്ക് ഈ ഒരു കപ്പ് അരിപ്പൊടിയിൽ കിട്ടും. അപ്പോൾ ഞാനിവിടെ മുഴുവൻ ഇതുപോലെ പരത്തി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഫ്രൈ ചെയ്യാം. ആദ്യം ഒരു ചട്ടി വെച്ചിട്ട് ചട്ടി നന്നായി ചൂടായി വരുമ്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കുറച്ച് വലിയ ഒരു പാത്രത്തിലാണ് നിങ്ങൾ ഫ്രൈ ചെയ്യുന്നതെങ്കിൽ 2, 3 ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഓരോന്നോരോന്നായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. എണ്ണ നന്നായി ചൂടാകണം. നല്ലവണ്ണം ചൂടായതിനു ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ കളറ് മാറി വരും, പക്ഷേ ഉൾഭാഗം ശരിക്കും വെന്ത് വരില്ല. അപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇത് കുറച്ച് താഴ്ന്നിട്ടാണ് ഉണ്ടാവുക. പിന്നെ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇത് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരും. ഫസ്റ്റ് ഒന്ന് കളർ മാറി വരാൻ കുറച്ച് ഒരു ടൈം എടുക്കും. പിന്നെ നമ്മൾ ഇടുന്ന പത്തിരിയിൽ പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ നമ്മുടെ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം.